സീറ്റ് ചർച്ചകളൊക്കെ നടക്കുകയാണ് ഡൽഹിയിൽ. സീറ്റ് ഉണ്ടായേക്കില്ല എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും പുറത്തു വരുന്നു. എങ്ങനെയാണ്, എന്താണ് ലഭിച്ചിരിക്കുന്ന വിവരം? നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല, ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല. സീറ്റ് ഉണ്ടാകുമെന്നുള്ളതാണ് എൻ്റെ മനസ്സാക്ഷി പറയുന്നത്. കാരണം കേരളത്തിലെ സിറ്റിംഗ് MLA-മാർക്കെല്ലാം സീറ്റ് കൊടുക്കണമെന്ന് KPCC-യും പ്രതിപക്ഷ നേതാവും ലീഡേഴ്സും എല്ലാം ആവശ്യപ്പെട്ട് എൻ്റെ പേര് കൃത്യമായി AICC കൊടുത്തിട്ടുണ്ട്. അതിൽ എന്നെ മാത്രം മാറ്റി നിർത്തേണ്ട കാര്യമില്ല. AICC തുടർന്ന് വരുന്ന ചർച്ചകളിൽ അത് പരിഗണിക്കും. എനിക്കും കൂടി എന്നെ കൈവിടില്ല ദേശീയ നേതൃത്വം എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. സിറ്റിംഗ് MLA-മാരെ എല്ലാവരുടെയും പേരുകൾ നേതൃത്വത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരാളുടെ പേര് മാത്രമായിട്ട് മാറ്റിവെക്കേണ്ടതുണ്ടോ? അങ്ങനെ ഒരു പ്രവർത്തനത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായതായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു പരാതികളുണ്ടോ? പ്രവർത്തനത്തിലൊരു വീഴ്ച ഉണ്ടായില്ല എന്ന് മാത്രമല്ല, നന്നായി പ്രവർത്തിച്ചു. ഞാൻ കഴിഞ്ഞ 10 വർഷക്കാലം പെരുമ്പാവൂരിൻ്റെ MLA എന്ന രീതിയിൽ 2500 കോടി രൂപയുടെ വികസനങ്ങൾ കൊണ്ടുവന്നു. പെരുമ്പാവൂരിലെ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കി. 25 വർഷമായി പൂട്ടിക്കിടന്ന പെരുമ്പാവൂർ റൈവോൺസിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. അവിടെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു, റോഡുകൾ പണിതു, പാർക്കുകൾ നിർമ്മിച്ചു, പാലങ്ങൾ നിർമ്മിച്ചു. അങ്ങനെ ഒട്ടേറെ വികസനങ്ങൾ ഈ 10 വർഷം കൊണ്ട് കൊണ്ടുവന്നു. അതുമാത്രമല്ല, കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഒരു മന്ദിരം, അടിസ്ഥാന മന്ദിരം, അത് ഈ നിയോജകമണ്ഡലത്തിൽ പെരുമ്പാവൂർ ഇന്ദിരാഭവൻ യാഥാർത്ഥ്യമാക്കി. ഞാൻ 10 ദിവസം പദയാത്ര നടത്തി. ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പിരിച്ച ഫണ്ട് കൊണ്ടാണ് 90 ലക്ഷം രൂപയുടെ ഒരു പാർട്ടി ഓഫീസ് നിർമ്മിച്ചിട്ടുള്ളത്. അത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആവേശമാണ്, UDF-കാർക്കും വലിയ ആവേശമാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഞാൻ ഇവിടെ ഗ്രാമയാത്ര നടത്തി 15,000 വീടുകൾ കയറി. 117 ദിവസം ഞാൻ മണ്ഡലത്തിലൂടെ സഞ്ചരിച്ചു. 2025 ജനുവരി 2 മുതൽ ഇന്നലെ വരെ, ഇന്നലെ എനിക്ക് സുഖമില്ല, ചുമയാണ്, പനിയാണ്, എന്നിട്ട് പോലും ഇന്നലെ ഞാൻ 135 വീടുകൾ കയറി. ഈ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റിയും ബ്ലോക്ക് പഞ്ചായത്തും ചരിത്രത്തിലാദ്യമായി UDF-ന് ഭരണം കിട്ടി. എല്ലാം ഞങ്ങൾ ഭരിക്കുകയാണ്, ഞങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഞങ്ങളിവിടെ നന്നായി ഉഴുതുമറച്ച്, വെള്ളം നിറച്ച്, വിത്തുപാകി, മുള പൊട്ടി വന്ന് അതിന് വളമിട്ട് കളപറിച്ച് അത് കതിരായി നിൽക്കുകയാണ്. കൊയ്തെടുത്താൽ മാത്രം മതി. അതുപോലെ ജോലി ചെയ്തവരാണ് ഞങ്ങൾ. അത് നേതൃത്വത്തിന് അറിയാം. അതുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വമെല്ലാം, ബഹുമാനപ്പെട്ട AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ എനിക്ക് സപ്പോർട്ടാണ്. ബഹുമാന MP ശ്രീ വിന്നി ബഹരൻ എനിക്ക് സപ്പോർട്ടാണ്. പ്രതിപക്ഷ നേതാവ് എനിക്ക് സപ്പോർട്ടാണ്. ശ്രീ രമേശ് ചെന്നിത്തല എനിക്ക് സപ്പോർട്ട്, എല്ലാവരും എനിക്ക് സപ്പോർട്ടാണ്. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളും അവർ പറയുന്ന ആരോപണങ്ങളും കൃത്യമായി ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. അതാർക്കും പരിശോധിക്കാവുന്ന. അപ്പോൾ ആർക്കാണ് ഒരു ഭിന്നാഭിപ്രായം ഉള്ളത്? അതിൽ അറിയില്ല. അങ്ങനെ ആർക്കെങ്കിലും ഒരു ഭിന്നാഭിപ്രായം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയാൻ പറ്റില്ലോ. എൻ്റെ നിരീക്ഷണത്തിൽ അവർക്കാർക്കും എന്നോട് ഭിന്നാഭിപ്രായം ഇല്ല. അത് ഒന്നുകൂടി പരിശോധിച്ചിട്ട് ക്ലിയർ ചെയ്ത് എനിക്ക് തന്നെ തരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് നല്ല ലീഡ് ജയിക്കാൻ പറ്റും. ഞാൻ മത്സരിക്കും, ഞാൻ ജയിക്കും. കേസ് ഒരു പ്രശ്നമാകും ആണ് എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരു പ്രശ്നമല്ല. കേസ് ഓൾറെഡി ഇതൊരു ഫേക്ക് കേസാണ്, തട്ടിപ്പ് കേസാണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും താഴത്തെ സെഷൻസ് കോടതിയും സൂചിപ്പിച്ചിട്ടുണ്ട്. മനോഹരം ഒരു വിധിയുണ്ട്. ആ വിധി വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള, ഇതുപോലുള്ള നിരവധി കേസുകൾ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തി കൊടുത്ത വ്യാജമായ കേസാണ്. ആ കേസ് കൊടുത്തതിന് പിന്നിൽ ചില ആളുകളുണ്ട്. അതൊന്നും ആരാണെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ രാഷ്ട്രീയ പ്രതിച്ഛായ തകർക്കാനും എന്നെ പൊളിറ്റിക്സ് ഇല്ലാതാക്കാനും വേണ്ടി ചിലർ വലിയ പരിശ്രമം നടത്തുന്നുണ്ട്. ആ പരിശ്രമം വിജയം കാണില്ല എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. എനിക്ക് എൻ്റെ നേതാക്കന്മാർ പൂർണ്ണമായി വിശ്വാസമാണ്. വിൻസെന്റിനെതിരേക്ക് ഒരു ആരോപണം വന്നിരുന്നു, അദ്ദേഹത്തിനൊക്കെ സീറ്റ് ഉണ്ടെന്നാണ് അറിയുന്നത്. അതെ, അതാണ് ഞാനും അറിയുന്നതാണ്. അതെന്തുകൊണ്ടെങ്കിലും അങ്ങനെ ഒരു പാർഷ്യാലിറ്റി ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? പാർഷ്യാലിറ്റി ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ ആദ്യം എടുത്തു, എൻ്റെ രണ്ടാമത് എടുക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എനിക്കും സീറ്റ് നൽകുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ആരെങ്കിലും ഇവിടെ ഒരു സ്ഥാനാർത്ഥിയാക്കി വേറൊരാളെ കൊണ്ടുവരാനായിട്ട് മാറ്റി നിർത്തും, അങ്ങനെ ഒരു ആലോചന? കേസ് വേണമെന്നില്ലല്ലോ. എന്നോട് നേരിട്ട് പറഞ്ഞാൽ മതി, വേറെ ആൾക്ക് അവസരം കൊടുക്കുന്നുണ്ട്, ഞാൻ മാറിയില്ല. ഞാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ കേവലം ഒരു പഞ്ചായത്ത് മെമ്പറാകാൻ വേണ്ടി മാത്രം ആഗ്രഹിച്ച ഒരാളാണ്. എൻ്റെ പാർട്ടി KSU സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആക്കി, എന്നെ ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റാക്കി, എന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാക്കി 5 വർഷം, 2 MLA ആക്കി. ഒന്നുമല്ലാത്ത എന്നെ ഉയർത്തിക്കൊണ്ടുവന്നത് എൻ്റെ പ്രസ്ഥാനമാണ്. ഞാൻ ഏറ്റവും കഷ്ടപ്പെട്ട് ജീവിച്ച് വളർന്ന ആളാണ്. എൻ്റെ കൊച്ചിലെ ഞാൻ പത്ര ഏജൻ്റായിരുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പത്രം ഇടാൻ പോകുന്ന ഒരാളാണ് ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുണ്ട്, ഞാൻ കൂലിവേല ചെയ്തിട്ടുണ്ട്, ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്, പള്ളി മണി അടിച്ചിട്ടുണ്ട്, ക്ലർക്കായിരുന്നു.
അങ്ങനെ ഒത്തിരി കഠിനാധ്വാനം ചെയ്ത് ഉയർന്നു വന്ന ആളാണ് ഞാൻ. എനിക്കങ്ങനെ വലിയ ഡിമാൻഡൊന്നുമില്ല. ഞാൻ സാധാരണ പാർട്ടിയുടെ നേതൃനിരയിലല്ല, ഞാൻ അണികളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളാണ്. പെരുമ്പാവൂരിലെ മുഴുവൻ ജനതയ്ക്കും എപ്പോൾ വിളിച്ചാലും എന്നെ കിട്ടും. രാഷ്ട്രീയമൊന്നുമില്ല. അവരേത് കാര്യത്തിനും വിളിച്ചാൽ ഞാൻ ചെയ്തു കൊടുക്കും. ഒരു ഫോൺ കോൾ വിളിച്ചാൽ പോലും ഞാൻ കേൾക്കും, തിരിച്ചു വിളിക്കും. അങ്ങനെ ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ പാർട്ടിയിലും എൻ്റെ ജനങ്ങളിലും പൂർണ്ണ വിശ്വാസമുണ്ട്. പി തങ്കച്ചൻ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പോൾ ഇത്തവണ ഇല്ല. അതൊരു വലിയൊരു പ്രതിസന്ധിയെ തോന്നുന്നുണ്ട്, അങ്ങനെ ഒരു ഗോഡ് ഫാദർ ഇല്ല എന്ന് തോന്നുന്നുണ്ട്. അങ്ങനൊരു സംഭവം സാറില്ലാത്തതിൻ്റെ ഒരു നഷ്ടം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ചർച്ച പോലും ഉണ്ടാകുമായിരുന്നില്ല ചിലപ്പോൾ, ഒരു പക്ഷേ സാറുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ സാറില്ലെങ്കിലും എൻ്റെ നേതൃനിരയിലുള്ള ആളുകൾ എനിക്ക് വേണ്ടി വാദിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല, അവരടങ്ങുന്നൊരു ടീം, ബഹുമാനപ്പെട്ട UDF കൺവീനർ അടൂർ പ്രകാശ്, അവരടങ്ങുന്ന ടീം എനിക്ക് സീറ്റ് കൊടുക്കണമെന്ന് ശക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. എനിക്ക് സീറ്റ് കിട്ടും. സീറ്റ് കിട്ടാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പാർട്ടി വിടുമോ എന്ന് അങ്ങനെ എന്തെങ്കിലും? ഇല്ല. ഞാൻ എൻ്റെ പാർട്ടിക്ക് വേണ്ടി നിലപാടെടുക്കുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ MLA ആവുമെന്ന് കരുതിയിട്ടല്ലല്ലോ ഈ പാർട്ടിയെ സ്നേഹിച്ചത്. ഞാനൊരു പഞ്ചായത്ത് മെമ്പറാണെന്ന് കരുതി അല്ലേ. ഒരുപാട് ആളുകൾ, ഒന്നും ആവാത്ത ആൾ ഈ പാർട്ടിയിൽ നിൽക്കുന്നില്ലേ. അതൊന്നും സീറ്റല്ല പ്രധാനപ്പെട്ട വിഷയം. എന്നെ വിളിച്ചിട്ട് തനിക്ക് സീറ്റില്ല, നീ മത്സരിക്കരുതെന്ന് മത്സരിക്കില്ല. പക്ഷെ കേവലം ഒരു ആരോപണത്തിൻ്റെ പേരിൽ എന്നെ ഒറ്റപ്പെടുത്തരുത്, അത്രേ ഉള്ളൂ എനിക്ക്.